കോഴിക്കോടും കള്ളക്കടൽ പ്രതിഭാസം ബട്ട് റോഡ് ശാന്തിനഗറിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പ്രദേശത്ത് കടൽഭിത്തിയും തകർന്നിട്ടുണ്ട്. തെക്കൻ മേഖലയ്ക്ക് സമാനമായാണ് കോഴിക്കോട്ടും കള്ളക്കടൽ പ്രതിഭാസം. രാത്രി 9 മണിയോടെ വെസ്റ്റ് ഹിൽ ശാന്തിനഗർ കോളനിയിലേക്ക് കൂറ്റൻ തിരമാലകൾ അടിച്ചുകയറി. നിരവധി വീടുകളിൽ വെള്ളം കയറി. പുതിയാപ്പ, വെള്ളയിൽ എന്നീ 2 ഹാർബറുകൾക്കിടയിലാണ് കടൽക്ഷോഭം. പ്രദേശത്തെ 250 മീറ്ററോളം നീളത്തിൽ കടൽഭിത്തി നേരത്തെ തകർന്നിരുന്നു. താൽക്കാലികമായി ഇവിടെ പാകിയ ചെറിയ കല്ലുകളും കൂറ്റൻ തിരമാലകൾക്കൊപ്പം വീടുകളിലേക്ക് അടിച്ചുകയറി. ഇത് കൂടുതൽ അപകട സാധ്യതയ്ക്കിടയാക്കി. കടൽഭിത്തി ഇല്ലാതെ വിട്ട ഭാഗം പൂരിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത് ഇട്ടിട്ട് 2001 ഈ ഭിത്തി ഇവിടെ ഇട്ടിരിക്കുന്ന ഭിത്തി. പിന്നെ അത് കഴിഞ്ഞു 2 മാസം മുമ്പാണ് ഞങ്ങളെ ഭാഗത്ത് ഇട്ടിരിക്കുന്നത്. അത് എന്താ പകുതി അത് 250 മീറ്റർ ഒഴിവാക്കിയിട്ട് ഇവർ ബാക്കിയെല്ലാം ഇട്ടിരിക്കുന്നത്. അത് ചെറിയ കല്ലുകളാണ് ഇട്ടിരിക്കുന്നത്. അത് തിരയടിക്കുമ്പോൾ അതിന്റെ കൂടെ കല്ലും കൂടി ചേർന്ന് കൊണ്ട് വരും. വിട്ടത് 250 മീറ്റർ ഉണ്ട്, അത് ഫുള്ളാക്കിയാൽ മതി. കഴിഞ്ഞ 2 വർഷമായി ശാന്തിനഗർ കോളനി നിവാസികൾ കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും നിരവധി തവണ കടൽഭിത്തി പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.